എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ജൂൺ 30-ാം തീയതി വരെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് ഇന്ന് ജൂൺ 28-ാം തീയതിയാണ്. അപ്പോൾ ജൂൺ 28, 29, 30 അതായത് 3 ദിവസമാണ് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. അതുപോലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് കാണാം. സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന് പറഞ്ഞുള്ള ലിങ്കും കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ പാസ്വേഡോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്യാനായിട്ട് ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നും പാസ്വേഡ് റിക്കവർ ചെയ്യുന്നതിനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് ഇതിന് താഴെയായിട്ട് തന്നെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് റീസെറ്റ് അത് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൾറെഡി അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റുകൾ തിരുത്തി നിങ്ങൾക്ക് ആ ഒരു പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അതായത് ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യുന്നതിനായിട്ട് അതായത് ആപ്ലിക്കേഷൻ പുതുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ MRS വഴി നിങ്ങൾക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കും കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേന ഈ ഒരു മെറിറ്റ് സീറ്റിലെ ആ ഒരു ആപ്ലിക്കേഷനും റിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിലാണ് ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ നൽകുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. തെറ്റിപ്പോയാൽ പിന്നീട് തിരുത്താനായിട്ട് പറ്റുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നിലധികം ജില്ലയിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ മറ്റൊരു ജില്ല കൂടി സെലക്ട് ചെയ്ത് നിങ്ങൾക്കത് മറ്റൊരു ജില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ലയിലേക്ക് കൂടി ഓരോ ജില്ലയിലേക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും എനിക്ക് ഈ ഒരു അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പത്തനംതിട്ടയിൽ സെപ്പറേറ്റ് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും ഒരു സെപ്പറേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഒന്നിലധികം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതും അതിനുശേഷം അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യേണ്ടതുമാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ അതിനുശേഷം ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് അവിടെ ഒരു റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് മുഖേന നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിലെ വേക്കൻസികൾക്കനുസരിച്ചാണ് ഓപ്ഷനുകൾ കൊടുക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ സ്കൂൾ വൈസ് വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ജില്ലയിലും ഇതുപോലെ വിവിധ വേക്കൻസി കാണാം. അപ്പോൾ ഇവിടെ വേക്കൻസി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു സെയിം സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് കാണാം വേക്കൻസി ജനറൽ കാറ്റഗറിയിൽ കാണാം ഇയാവ ബില്ലാത്തിൽ അതായത് ഇയാവ തിയ ബില്ലാവ അതായത് ETB വിഭാഗത്തിൽ കാണാം. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽ കാണാം. അതുപോലെ SC വിഭാഗത്തിൽ കാണാം, ST വിഭാഗത്തിൽ കാണാം, EWS വിഭാഗത്തിൽ കാണാം. എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതൊക്കെ വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ETB വിഭാഗത്തിലാണെന്ന് വിചാരിക്കുക, അതായത് ഇയവ തിയ ബില്ലാവ വിഭാഗത്തിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്ന സമയത്ത് ഞാൻ നോക്കേണ്ടത് ഒന്നാമത്തേത് ആ ഒരു വാക്കൻസിയുള്ള കാറ്റഗറി എൻ്റെ ആ ഒരു കാറ്റഗറി ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ സ്കൂൾ ഇപ്പോൾ ഗേൾസ് സ്കൂളിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഗേൾസിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വേക്കൻസി നോക്കാതെ എനിക്കിവിടെ ബോയ്സ് സ്കൂളോ അല്ലെങ്കിൽ കോ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്ന സ്കൂളോ ആണ് ഞാൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് കോ എഡ്യൂക്കേഷൻ സ്കൂൾ കാണാം. അപ്പോൾ ഇവിടെ കോ എഡ്യൂക്കേഷനിൽ എനിക്ക് ജനറൽ വിഭാഗത്തിലും അപേക്ഷിക്കാം. അതുപോലെ തന്നെ എൻ്റെ ആ ഒരു വിഭാഗം അതായത് EWS അല്ല ഈ ഒരു ETB ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് അതിലേക്ക് നോക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഗേൾസ് സ്കൂൾ ഗേൾസിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ കോ എഡ്യൂക്കേഷൻ ആണെങ്കിലും ബോയ്സ് സ്കൂളാണെങ്കിലും എല്ലാവർക്കും പറ്റും. അപ്പോൾ ഈ രീതിയിൽ സ്കൂളുകൾ നോക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാം, അത് ഇവിടെ ജനറൽ കാറ്റഗറിയിൽ അപേക്ഷിക്കാം. അതുകൂടാതെ തന്നെ ETB വിഭാഗത്തിലും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, അതായത് വേക്കൻസി നോക്കേണ്ടത്.
അപ്പോൾ അത് ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത്. ആദ്യം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്കൂളിൻ്റെ ജെൻഡർ കാണാൻ പറ്റും. അപ്പോൾ ജെൻഡർ നിങ്ങൾ ഗേൾസ് ആണെങ്കിൽ ഗേൾസ് സ്കൂളിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഗേൾസ് അല്ലാത്തവർക്ക്, അതായത് ബോയ്സ് ആണെങ്കിൽ ബോയ്സ് സ്കൂളിലോ അല്ലെങ്കിൽ കോ എഡ്യൂക്കേഷൻ സ്കൂളിലോ മാത്രമേ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു കോ എഡ്യൂക്കേഷൻ സ്കൂളിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത്. ഒന്നാമത്തേത് ജനറൽ സീറ്റിൽ നിങ്ങൾക്ക് വെക്കാം. ജനറൽ സീറ്റിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ഗേൾസ് സ്കൂളാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് സീറ്റിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാം. അതുപോലെ തന്നെ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന, നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സ്കൂൾ ഗേൾസ് ആണോ ബോയ്സ് ആണോ എന്ന് കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരു കോ എഡ്യൂക്കേഷൻ സ്കൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ബാക്കി ഗേൾസ് ആണെങ്കിൽ ഗേൾസ് സ്കൂളിലും കോ എഡ്യൂക്കേഷൻ സ്കൂളിലൊക്കെ ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബോയ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് കോ എഡ്യൂക്കേഷനിലോ ബോയ്സിലോ വെക്കാം. അതുപോലെ തന്നെ ഗേൾസ് ആണെങ്കിൽ ഗേൾസ് സ്കൂളിലോ കോ എഡ്യൂക്കേഷനിലും ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ജനറൽ സീറ്റ് കാണാം. അപ്പോൾ ഇവിടെ ജനറൽ സീറ്റിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത്, നിങ്ങളിപ്പോൾ ETB ആണെങ്കിൽ ETB, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, SC ആണെങ്കിൽ ST, അതായത് SC ആണെങ്കിൽ SC, അതുപോലെ ST ആണെങ്കിൽ ST, ധീവരാണെങ്കിൽ ധീവര, അതുപോലെ തന്നെ വിവിധ കാറ്റഗറികൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജനറൽ സീറ്റിലേക്കും വെക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് അതിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു സ്കൂളുകൾ ഏതൊക്കെയാണ്, അത് ഗേൾസ് സ്കൂളാണോ ബോയ്സ് സ്കൂളാണോ അല്ലെങ്കിൽ എല്ലാവർക്കും മിക്സഡ് ആയിട്ടുള്ള കോ എഡ്യൂക്കേഷൻ സ്കൂളാണോ എന്ന് നോക്കുക. കോ എഡ്യൂക്കേഷൻ സ്കൂളിൽ നിങ്ങൾ ഗേൾസ് ആയിരുന്നാലും ബോയ്സ് ആയിരുന്നാലും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഗേൾസ് സ്കൂളിൽ ഗേൾസിന് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ബോയ്സ് സ്കൂളാണെങ്കിൽ ബോയ്സിന് മാത്രമേ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബോയ്സ് സ്കൂൾ കാണാം. അപ്പോൾ ഇവിടെ ഗേൾസിന് ഓപ്ഷൻ വെക്കാൻ പറ്റത്തില്ല. ഗേൾസിന് അതായത് ബോയ്സ് സ്കൂളാണ്, അവിടെ ബോയ്സിന് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ, ഗേൾസിന് പറ്റത്തില്ല ഓപ്ഷൻ വെക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഓപ്ഷൻസ് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓരോ സ്ഥലത്തെയും, അതായത് ഓരോ സ്കൂളിലെയും വേക്കൻസി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വേക്കൻസി നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ജില്ല ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷിച്ചത് ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾ കാണുന്ന പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച അപേക്ഷയിൽ തെറ്റ് കാരണമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ റിന്യൂ ആപ്ലിക്കേഷൻ എന്നാണ് ലിങ്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ്, പഞ്ചായത്ത് എന്തൊക്കെയാണ് തെറ്റിയത് അതൊക്കെ കൃത്യമായിട്ട് തിരുത്തുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ ആദ്യമേ നിങ്ങളൊരു ലിസ്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ആ ഒരു ഓപ്ഷനുകളൊക്കെ കൃത്യമായിട്ട് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് അവസാനം പ്രിവ്യൂ പേജ് നോക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണോ നിങ്ങൾ നൽകിയിട്ടുള്ളത് അതൊക്കെ വായിച്ച് നോക്കുക. അതിൽ കൃത്യമായിട്ട് എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും അതിന് നേരെയുള്ള എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ യാതൊരുവിധ തെറ്റുമില്ല, നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും നൽകിയെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ ഫൈനലായിട്ട് കൺഫേം ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരു തവണയെ ആപ്ലിക്കേഷൻ നൽകുകയും സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ജൂൺ 30 വരെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.